വെൽക്കം ബാക്ക് ടു DK for you. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇവന്റ് ആയിട്ടുള്ള WWDC 26ന്റെ വിശേഷങ്ങൾ പറയാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ആപ്പിളിന്റെ iOSഉം macOSഉം iPadOSഉം അങ്ങനെ ആപ്പിളിന്റെ OSകളുടെ അപ്ഡേറ്റുകളാണ് ഇത്തവണ വന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഇത്തവണ ആപ്പിൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സിറിയിലേക്കാണ്. സിറിനെ ജെമിനിയുടെ ഇന്റഗ്രേഷൻ ഫൗണ്ടേഷനിലൂടെ സിറി ഒരു പേഴ്സണൽ AI ആയി മാറിയിരിക്കുകയാണ്. അത് കാരണം തന്നെ സിറിക്ക് ഒരു ഡെഡിക്കേറ്റഡ് സിറി ആപ്പ് ആണ് ആപ്പിൾ ഇത്തവണ നൽകിയിരിക്കുന്നത്. ആപ്പിൾ നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററി ബേസിക്കലി ഒരു ആപ്പ് എങ്ങനെയായിരിക്കും, ഒരു AI ആപ്പ് എങ്ങനെയായിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററികൾ. നമ്മൾ എന്തിനൊക്കെ നോക്കിയിട്ട് അതിൽ തിരിച്ചു തന്ന് പിന്നെയും നമുക്ക് അതിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ പറ്റും. പിന്നെ സിറിക്ക് ഓൺ സ്ക്രീൻ അവയർനെസ് എന്ന സംവിധാനം കൂടി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്ക്രീനിൽ ഒരു ഫോട്ടോ കണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സിറിനോട് ചോദിക്കുക ഇതേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറി ആ കൃത്യമായിട്ട് ആ സ്ഥലം കണ്ടെത്തും. അത് സ്ക്രീനിലെ പിക്ചറിനെ നോക്കിയിട്ട് തന്നെയാണ്. അതാണ് ഓൺ സ്ക്രീൻ അവയർനെസ് സിറിക്ക് നൽകിയിരിക്കുകയാണ്. പിന്നെ പേഴ്സണൽ കോണ്ടെക്സ്റ്റും ക്രോസ് ആപ്പ് ഇൻ ആക്ഷനുകളും ചെയ്യാൻ പറ്റും. ഇപ്പോ നമുക്ക് ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ് iMessageൽ. അപ്പോൾ ആ മെസ്സേജ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്നും ആ മെസ്സേജിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റിന് ആ കമ്പനിക്ക് ഒരു മെയിൽ അയക്കാൻ പറഞ്ഞാൽ സിറി ഇതെല്ലാം ലിങ്ക് ചെയ്തുകൊണ്ട് അയക്കും. എങ്ങനെയാണോ നമ്മ മുൻപ് ആൾക്ക് ചാറ്റ് ചെയ്തിട്ടുള്ള ആ രീതിയിൽ തന്നെയായിരിക്കും സിറി നമ്മ പറയുമ്പോൾ ചാറ്റ് അയക്കുന്നുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ നമ്മ കുറെ ഇങ്ങനെ സീക്വൻസ് പോലെയായിരിക്കും സിറി പോകാം. നമുക്ക് കണക്ട് ചെയ്ത് പോകാം. ഇപ്പോ അവരൊരു എക്സാമ്പിൾ കാണിച്ചത് എങ്ങനെയാ വെച്ചാൽ FIFA വേൾഡ് കപ്പിലത്തെ മാച്ചുകൾ ഏതൊക്കെയാണെന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള നോക്കി. പിന്നെ അതിൽ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മാച്ചിൽ മൊറോക്കോയും ബ്രസീലിന്റെ ഏറ്റവും സ്പെഷ്യൽ ഫുഡ് ഏതാന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ആ സ്പെഷ്യൽ ഫുഡുകൾ അതിൽ കാണിക്കും. അപ്പൊ തന്നെ ആൾ ചോദിക്കും, ആൾക്കൊരു മെസ്സേജ് വന്നിട്ടുള്ളതിൽ ഈ കോക്കനട്ട് ചിപ്സ് വെച്ചിട്ടുള്ള ഒരു ഇത് കാണിക്കും. അപ്പോ ഇതെല്ലാം കൂടിയിട്ട് ഒരു ഇൻവിറ്റേഷൻ ഫ്രണ്ട്സിന് അയക്കാൻ പറയുമ്പോൾ സിറി ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻവിറ്റേഷൻ ഫ്രണ്ട്സിന് അയക്കുന്നതാണ്. ഇതൊക്കെയാണ് പുതിയ സിറിയിലേക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. പിന്നെ വിഷ്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഫീച്ചർ ക്യാമറ ആപ്പിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് സിറി എന്ന് പറയുന്നതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പിന്നെ നമുക്കത് macOSലും iPadOSലും എല്ലാത്തിനും യൂസ് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്ന് ചോദിക്കാം. അതാണ് വിഷ്വൽ ഇന്റലിജൻസ്. അതെല്ലാ മോഡലിലേക്കും വന്നിരിക്കുകയാണ്. പിന്നെ കസ്റ്റമൈസേഷൻ സ്ലൈഡ് ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നിരിക്കുകയാണ്. മീൻസ് ലിക്വിഡ് ഗ്ലാസ് ചിലർക്ക് ഇഷ്ടമില്ല, ടിൻഡഡ് ആണ് ഇഷ്ടം, ചിലർക്ക് ഭയങ്കര ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് സ്ലൈഡ് ചെയ്തുകൊണ്ട് ക്ലിയറും ടിൻഡഡും ആക്കാൻ പറ്റുന്ന രീതിയാണ് കസ്റ്റമൈസേഷൻ സ്ലൈഡർ വന്നിരിക്കുന്നത്. പിന്നെ മാക്ബുക്കിലൊക്കെ സ്ലൈഡ് ബാറുകൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായി. ആ പ്രൊജക്ട് മാറിയിട്ട് അതിന് ലിക്വിഡ് ഗ്ലാസ് പോലെ ഒരു എലമെന്റ് ആക്കി കൊടുത്തിരിക്കുകയാണ് ഇത്തവണ ആപ്പിൾ. അത് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ്. പിന്നെ സിറിനെ ഡൈനാമിക് ഐലൻഡിലേക്ക് ഇന്റഗ്രേഷൻ ചെയ്തിരിക്കുകയാണ്. ഡൈനാമിക് ഐലൻഡിലാണ് ഇനി മുതൽ സിറി കാണാം. മറ്റേത് ആ ഫുൾ സ്ക്രീൻ കാണുന്നതിന്റെ പകരം ചെറിയൊരു ആ ഡൈനാമിക് ഐലൻഡ് വീർത്തു വന്നിട്ടൊക്കെ ആയിരിക്കും ഇനി ഇതിൽ വരുന്നുണ്ടാകുക. പിന്നെ ഇത്തവണ മെയിൻ ആയിട്ട് സിറീനെയും പാരന്റൽ കൺട്രോൾ ആൻഡ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞൊരു ഇതിലാണ്. എന്ന് വെച്ചാൽ കിഡ്സ് അക്കൗണ്ടുകളിൽ പാരന്റ്സിൽ കൂടുതൽ മോണിറ്ററിങ്, കുട്ടികൾക്ക് വേണ്ട ആപ്പുകൾ ഏതൊക്കെയാണെന്ന് അതൊക്കെ ഒരു ഐഫോണുള്ള പാരന്റിന് ഐഫോണുള്ള കുട്ടികൾക്ക് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഡെഡിക്കേഷൻ ചെയ്യാനൊക്കെ ഉള്ള പറ്റണ മീൻസ് ഇത്ര നേരം യൂട്യൂബ് കണ്ടാൽ മതി, ഇത്ര നേരം പഠിക്കാനുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെക്കുക, ഫോൺ പോസ് ചെയ്യുക, പാസ്വേഡ് ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ എല്ലാ പരിപാടികളും പാരന്റ്സ് ആപ്പ് പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് സെറ്റിംഗ്സിൽ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉള്ള അക്കൗണ്ടിന് വരെ ഇപ്പൊ കുട്ടിക്ക് വേറെ അക്കൗണ്ട് അഡൽട്ട് അക്കൗണ്ട് ആണെങ്കിൽ അതിനെ നമുക്ക് കിഡ്സ് അക്കൗണ്ടിലേക്ക് ആക്കാനും പറ്റും. അതിന്റെ പാരന്റൽ കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ ഇത്തവണ ആപ്പിൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് AI-ലായിരുന്നു. അത് കാരണം തന്നെ ഫോട്ടോസ് ആപ്പില് ഇപ്പോൾ ഇമേജ് ക്ലീനപ്പ് ഭയങ്കര കുറച്ചൊക്കെ രീതിയിലെ കാര്യം ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ജെമിനി ഇന്റഗ്രേഷൻ ഫൗണ്ടേഷനിലൂടെ ആപ്പിളിന് അതിന് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല ഇന്റഗ്രേഷൻ ഓഫ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ആ പരിപാടികളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ആപ്പിൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് ഒരു വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫ്രെയിം എന്ന് പറഞ്ഞിട്ടൊരു ഇത്. വെച്ചാൽ നമ്മളെടുത്തൊരു ഫോട്ടോന് സ്പേഷ്യൽ ഇത് വെച്ചിട്ട് നമുക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ നമ്മൾ എടുത്ത ഫോട്ടോനെ ബാക്കിലേക്ക് ചെന്ന് ഇങ്ങനെ ആക്കുമ്പോൾ
കുറച്ചും കൂടി ക്ലാരിറ്റി ഫോട്ടോസിന് ലഭിക്കുന്നു. പിന്നെ കുറച്ചും കൂടി ആംഗിളുകൾ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്നു പഴയ ഫോട്ടോയിലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോട്ടോസ് ആപ്പിലേക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. പിന്നെ പാസ്വേഡ് ആപ്പിലേക്ക് വന്നപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീക്കായുള്ള പാസ്വേഡുകൾ ഉണ്ടെങ്കിൽ നമ്മ ഫിക്സ് പാസ്വേഡ് നടിച്ചു കഴിഞ്ഞാൽ തന്നെ ലോഗിൻ ചെയ്ത് പാസ്വേഡ് ഓട്ടോമാറ്റിക്കലി സിറി ചെയ്യും. അതൊക്കെ ഒരു നല്ലൊരു ഫീച്ചറാണ് വെച്ചാൽ നമ്മൾ ഡേ ടു ഡേ ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ സൈറ്റ് എടുത്ത് നമ്മൾ പാസ്വേഡ് മാറ്റണം, അല്ലെങ്കിൽ ഓരോ ആപ്പ് എടുത്ത് നമ്മൾ പാസ്വേഡ് മാറ്റണതിനേക്കാളും നല്ലതാണ് ഈ പാസ്വേഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ പാസ്വേഡ് ആപ്പ് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നത് ഈ 30% ആപ്പ് ലോഞ്ചിങ് സ്പീഡ് ആപ്പിൾ അവരുടെ CPU ഇംപ്രൂവ്മെന്റിലൂടെ കയറ്റിയിട്ടുണ്ട്. പിന്നെ എയർ ഡ്രോപ്പ് 80% കൂടുതൽ വേഗത്തിലേക്ക് എല്ലാ ഫോണുകളിലും ആപ്പിൾ ഡിവൈസിലും പറ്റുന്നുണ്ട്. ഫയൽ ട്രാൻസാക്ഷൻ ഇൻക്ലൂഡിങ് നേറ്റീവ് ആപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ സ്പീഡുകൾ കൂട്ടിയിട്ടുണ്ട്. ഫയൽ ട്രാൻസാക്ഷൻ ഒക്കെ 50% വേഗത കൂട്ടിയിട്ടുണ്ട്. പിന്നെ ആപ്പിൾ വിഷൻ പ്രോയിൽ സ്പേഷ്യൽ ഇത് വന്നിട്ടുണ്ട്. സ്പേഷ്യൽ വാൾപേപ്പർ നമ്മൾ എടുക്കുന്ന പനോരമിക് ഫോട്ടോസിനെ സ്പേഷ്യൽ വാൾപേപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വിഷ്വൽ ഇന്റലിജൻസ് ആപ്പിൾ വിഷൻ പ്രോയിൽ കാര്യമായിട്ട് നല്ലൊരു രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്നത് ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്പ്ലേയിൽ അവരെ ആപ്പിൾ വിഷൻ പ്രോയിൽ നമുക്ക് കാണാമല്ലോ ഓരോ ആപ്പുകൾ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പൊ ആ ഫ്ലോട്ടിങ്ങിൽ ചെയ്യുമ്പോൾ നമ്മളൊരു ബാഗിന് നോക്കാണ്. അപ്പൊ അവർ ചോദിക്കുന്നത് ഈ ബാഗിന്റെ ട്രെക്കിങ്ങിന് പോകുമ്പോൾ പറ്റുമോ? അപ്പൊ സിറി അതിന് ഉത്തരം പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ആളുടെ ബൂട്ടിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കും, ട്രക്കിംഗ് ബൂട്ടിനെ നോക്കും. അപ്പൊ ഈ ബൂട്ട് അതിൽ കൊള്ളൂന്ന് ചോദിക്കുമ്പോൾ സിറി പറയും അത് കൊള്ളുന്നുണ്ടെന്ന്. അപ്പോ അതൊക്കെ ആപ്പിൾ ഇന്റലിജൻസ് വിഷ്വൽ ഇന്റലിജൻസ് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്റ്റിന് വരെ സിറിക്ക് അതിന്റെ ബ്രാൻഡ് ഏതാണെന്നോ അല്ലാത്തോ മനസ്സിലാക്കാൻ ഒരു മറ്റേ ഗൂഗിൾ ലെൻസ് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എഐക്കാണ് ഇത്തവണ ആപ്പിൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പിന്നെ നല്ല രീതിയിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് ബാറ്ററി ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോ പബ്ലിക് ഡെവലപ്പർ ബേറ്റയാണ് വന്നിരിക്കുന്നത്. പബ്ലിക് ബേറ്റ അടുത്ത മാസം കണ്ടാണ് വരുന്നത്. സെപ്റ്റംബറിലായിരിക്കും iOS 27 വരിക. അപ്പോൾ iOS 27, macOS 27, visionOS 27, iPadOS 27, watchOS 27. watchOS 27ലേക്ക് വരുമ്പോൾ watchOS 27ല് സിറി ഇന്റഗ്രേഷൻ തന്നെയാണ്. ഒരുവിധം ഇത്തവണ ഐപാഡ് ഐഫോണിൽ കാര്യമായിട്ടൊന്നും വലിയ OS പരമായിട്ട് മാറ്റില്ല. സിറിനെ ഓരോ രീതിയിലേക്ക് ഇമ്പ്രൂവ്മെന്റ് നൽകി. അപ്പോൾ നമുക്ക് ഡേ ടു ഡേ ചാലഞ്ചസ് അങ്ങനെ ടാസ്കുകൾ ചെയ്യാം. ഇപ്പൊ ഫൈൻഡറിൽ ഒരു ഫയൽ മാക്ബുക്കിൽ എടുക്കണമെങ്കിൽ നമ്മൾ സിറിനോട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫയലിന്റെ വ്യക്തമായിട്ടുള്ള ഭാഗം എടുത്തിട്ട് നമുക്ക് പറഞ്ഞു തരും. നമുക്ക് അതിനെ ഡീപ്പ് സെർച്ച് ചെയ്ത് തരും. മോർ ലൈക്ക് AI. സിറിനെ തന്നെ ആപ്പിൾ ഇന്റലിജൻസിന് സിറി AI എന്നാണ് പുതിയ സിറിയുടെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സിറി ആപ്പ് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് ആപ്പിൾ ഇത്തവണ സിറിക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഈ വീഡിയോ. അതുവരയ്ക്കും ബൈ.